കാലത്ത് പറഞ്ഞ വിളിക്കണം. എന്താണ്? ആരാ? ഹലോ. ആ ആ ഇന്നെ. അയ്യോ ഞാൻ ദേ വരുന്നു ഒരു 10-15 മിനിറ്റ്സ്. ഓക്കെ. ഇവന്മാരിതൊന്നും അറിഞ്ഞ പോലില്ല. എടാ എനിക്ക് ചായ നിന്റെ മറ്റോട് കൂടെ അവിടെ കഷ്ടപ്പെട്ട് കുളിച്ചൊരുങ്ങി ഓഫീസിൽ വന്ന് നിൽക്കുമ്പോഴാണ് അവരത്. അല്ല മക്കളെ, നിൽക്കുന്ന ജോലിക്കൊന്നും പോകണ്ട, രണ്ടെണ്ണം കുത്തിയിരിക്കാണ് ഇവിടെ. ഞാൻ നിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞില്ല, ഞാൻ എനിക്കിന്ന് ഓഫാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അപ്പോ വഹിനോ നീ എപ്പോഴാ പോണേ? എടി നീ ഹാഫ് ഡേ ലീവാ. ഞാൻ ഈ കുറച്ച് കഴിഞ്ഞിട്ട് പോയാണല്ലോ. നേരത്തെ കയറി കൂടെ ചെന്നു ഇരിക്കാന്നു. അപ്പോൾ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അല്ലടി, നീ എപ്പോഴാ വരാ? ഞാൻ വരുമ്പോൾ ഇനി ചിലപ്പോൾ രാത്രി 12 മണി 9 മണിക്കാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ട്രാവലിംഗ് ഉണ്ട്, ടൂർ മീറ്റിംഗ് എന്തൊക്കെ ഉണ്ട്. എനിക്ക് തേങ്ങ ഓർമ്മയില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ബാബ പഠിക്കേണ്ടി വരും. ഗുഡ് ലക്ക് ബിഗ് ബോസ്. പൊക്കോ. അല്ല, നീ ഇന്ന് ഒറ്റയ്ക്കാണല്ലേ? ഞാനൊന്ന് ഹാഫ് ഡേ ലീവായി. അപ്പം ഞാൻ എന്തായാലും ഇനി ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാം. ഉച്ചയ്ക്ക് പറയുമ്പോൾ ഒരു അപ്പം എപ്പോഴെങ്കിലൊക്കെ വരാം. അവിടെ കയറി ഇരിക്കുക, കുറേ ഫൈൽ നോക്കുക. ദേഷ്യപ്പെടാം. എത്ര കണ്ണല്ലേ എനിക്കും പണിയുള്ളൂ. ദേഷ്യപ്പെടുക. നീ പോയിട്ട് വാ. എന്ത് ചെയ്യാൻ നോക്കി, ഞാനിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ. നീ പോയിട്ട് വാ. ഞാൻ അപ്പോഴേക്കും എന്താ പറയുക, വല്ല ഗെയിമൊക്കെ കളിച്ചിരുന്നോളാം. ഓക്കേടാ, ഞാൻ അതിൽ പോയിട്ട് വരാവേ. അപ്പോൾ ശരി എന്നാൽ ബൈ. കെവിന്, നീ ഇവിടെ ഉണ്ടോ? ഹലോ ഡാ, എവിടെ നീ? ഞാനിവിടെ ഉണ്ടടാ. എനിക്കൊന്നും സുഖമല്ല. അല്ല, എന്ത് പറ്റി? ഹോസ്പിറ്റലിൽ നീ പോകണോ? നീ കഴിച്ചില്ലേ? ഞാൻ എപ്പോൾ ഉണ്ടാക്കിത്തരാം. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അല്ലല്ലോ, നീ ഇങ്ങനെയല്ലല്ലോ. എടാ വൈകുന്നേരം നിന്ന് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായോ? നീ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാറുള്ളത്. അല്ലെങ്കിൽ ചാടി കയറി എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോളെ ചേർക്കണ. ഇതിപ്പോൾ എന്ത് പറ്റി? അത് പിന്നെ അത് പണ്ടത്തെ അതേ കേസ് തന്നെ. ജെനി അവൾക്കെല്ലാം ഞാനെല്ലാം എല്ലാം അറിഞ്ഞതാ. ഇവിടെ വന്നിട്ട് അവൾക്കളല്ലേ. എന്നിട്ട് അവൾക്ക് ചൊറിഞ്ഞ് ചേർത്തി തേങ്ങ. ഞാൻ എന്ത് പറയാനാണ് അവൾക്ക് തേങ്ങ എടുത്തത്? അപ്പം നിനക്ക് അതിൻ്റെ PA പോസ്റ്റിനെടുത്ത് കളഞ്ഞാൽ പോരെ? എടാ, എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് നന്നായി വർക്ക് ചെയ്യണ കാരണം അല്ലെങ്കിൽ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. നന്നായി പോയി. ഇവളെ നിനക്ക് അറിയാലോ. ഇവിടെ ഒരു മൂദേവി ഉണ്ടല്ലോ. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കണ്ണൊന്നുണ്ടായിട്ട് വിട്ടു നോക്കിക്കോ. ഉറപ്പാ. അല്ലെങ്കിൽ അവളും ചാവും. ആരായും ചത്തുപോകും. ഉറപ്പാ. അത് ശരിയാടാ. അവൾക്കാണെങ്കിൽ ഇവളെ കണ്ടെടുത്ത് കണ്ടുകൂടാ ഈ ഒരു കേരി പറഞ്ഞിട്ട്. എന്നെ അന്നത്തെ മൂട്ടൊക്കെ പോയി. ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുളിച്ചോളാം. ഞാൻ കുളിക്കാൻ പോകണം. എനിക്ക് വയ്യ. ഞാൻ ഫുഡ് കഴിക്കാനിരിക്കും. എൻ്റെ വിശപ്പൊക്കെ പോയി തേങ്ങ. നിനക്ക് വൈകുന്നേരം ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളട്ടാ. ഞാൻ കാലത്ത് ഓഫീസിൽ പോകണ മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? നീ കഴിച്ചില്ല തോന്നുന്നു. ആടാ കഴിച്ചു. എടാ വഹിന്ന്, നിന്നോട് ഞാൻ കഴിക്കാൻ പാടില്ല. നീ ഇങ്ങോട്ട് കയറി വന്നാ എന്താടാ? ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കണേ. ഒന്നുമില്ല. എടാ, കമ്പനിയിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം പറയാൻ വേണ്ടി നിന്നെ വിളിച്ചതാ. ആണോ? അത് ഞാൻ ഇനിയും കുറച്ചുണ്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഒരു ഇതില്ല. ഇന്ന് പറയാനാ. നിനക്ക് വയ്യേ? നീ ഇവിടെ കിടന്നോട്ടാ. ഞാൻ കുളിച്ചിട്ടൊന്ന് വരട്ടെ. നീ കുറേ നേരമായാലോ ഇങ്ങനെ അന്തമുട്ടൊക്കെ. ഞാൻ പറയുമല്ലോ, നീ കേൾക്കുന്നുണ്ടാ? ഹലോ കെവിനേടാ, നീ എന്ത് ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കണത്? ഇത് ആദ്യമായിട്ട് തന്നെയല്ലേ? പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും കിട്ടിയിട്ട് പോലുമില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയടേ? നീ അവിടെ കിടന്നു വൈകല്ലോ. ഞാൻ പോയി കുളിച്ചിട്ടൊന്ന് വരാം. ഞാനും വരട്ടെ എൻ്റെ അടുത്ത് കൂടെ കുളിക്കാൻ. വേണ്ട, നീ അവിടെ കിടന്നാൽ മതി. ഓക്കെ വഹിനെ. എടാ, എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ കണ്ടിട്ട്. എന്താ മോശം ആയോ നീ? പിന്നല്ല, ഇങ്ങനെയൊക്കെ ഒന്നും ആവാതിരിക്കും. എന്നാൽ മോനെ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. പോഴെ ഇവിടെ നിന്ന് നിൽക്കവിടെ. കെവിനെ വീട്ടെ, ഞാൻ പോയി കുളിക്കട്ടെ. കളിക്കാൻ നിൽക്കുന്ന സമയമൊന്നുമല്ല കേട്ടോ. എന്നോട് ആരാ പറഞ്ഞു ഞാൻ കളിക്കാൻ നിൽക്കാമെന്ന്? ശരിയാ, കളിക്കാൻ നിൽക്കാം. എന്നാവാ, നമുക്കെന്തായാലും കളിക്കാം. കെവിനെ, നീ എന്തിനിങ്ങനെ അടുത്തോട്ട് വരുന്ന? പിന്നെ നിന്നെ ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്തോട്ടല്ലാണ്ട് നിനക്ക് കിട്ടാ വരണ്ടേ? Are you sure? Yes, my baby boy. വഹിനെ
അയ്യോ സോറി സോറി അയ്യോ. എടാ ഇത് അവള് വന്നാലേ അവളത് എത്ര നേരത്തെ മാറിക്കനെ മാറ്. എടാ അവള് വന്നോട്ടെ, അതിനിപ്പോ എന്ത് ഉള്ള മൂടുകളെ വേണ്ടിട്ട് അവിടെ നിന്ന് നോക്കാം. ബാ എന്തുവാടി, എന്താ പ്രശ്നം? മിണ്ടരുത് വഹന, ഒരു വായ മല കുളികളെ വെച്ച് കിട്ടി. എടാ നീ എൻ്റെ ഞാൻ പറഞ്ഞേക്കാം. ആ ജെന്നിയുടെ പറഞ്ഞില്ല കേട്ടോ. ആ സാധനം കുറെ നേരം വിളിച്ചിട്ട് അന്തരക്ക് വിളിച്ച് പറയണ്ടായിരുന്നു കേട്ടാ. അല്ല അതിനിപ്പോ എന്താണ് ഉണ്ടായേ? ആ ജെന്നി അതിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ പറയാ, ഇവൻ അവളെ പുറകെ നടക്കണം മറിച്ചാണ് നോക്കാം. എനിക്ക് അവൻ്റെ സ്വഭാവം അറിയാം. അവൾക്ക് ഞാൻ അടച്ച് കൊടുത്ത് നിനക്കുള്ള തരാൻ ഞങ്ങൾ വന്നേ. നമുക്ക് ഒരുമിച്ച് എന്നോട് പോണട്ടോ, പറഞ്ഞില്ല വേണ്ട. ഈ ചെറിയ വിഷയത്തിനാണോ ഇനി ചാട് കയറി വന്നത്? എന്റെ മൂഡ് കളയാൻ വേണ്ടി സാധനം. എടാ നിന്റെയും കൂടെ കിട്ടിയാലേ നിനക്കത് ചെറിയ വിഷയമായിട്ടാണ് നിനക്ക് തോന്നുന്നേ. ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവളുടെ കണക്കത്തെ ചുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എന്തായാലും എൻ്റെ അവസ്ഥ. ഓഹോ, അന്ന് ഇവനെ ഒന്ന് തിരിച്ചു കിട്ടിയ ദിവസമൊന്നുമില്ലേ? സോറി, ഞാൻ അടിയിൽ കയറി വന്നു. എടി പോത്തെ, നീ എടി പറഞ്ഞേ നീ നട്ടപ്പാതിരക്ക് കയറി വരുമ്പോന്ന്. ഇതിപ്പോ ഇതിനകത്ത് കയറി വന്നേ. അത് കേട്ടപ്പോ ഞാൻ ഓടി ചെടി പറഞ്ഞതാ. അല്ല അപ്പൊ നിങ്ങക്ക് നടക്കട്ടെ. എന്തായാലും നീയും കൂടി വന്നതല്ലേ, വാ നമുക്ക് ചെയ്യാം. അപ്പൊ ഗൈസ് നിങ്ങൾ എൻജോയ് ചെയ്യും, ഞാൻ പോവാം കേട്ടോ. നീ ഇതെങ്ങോട്ട് പോണു? നീ എങ്ങോട്ടും മുള്ള, ഇവിടെ നില്ല് കേട്ടാ. എന്തുവാടേ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? എൻ്റെ പൊന്നു വഹിനെ, നിന്നെ എനിക്ക് പോലും കിട്ടിയിട്ടില്ല. എനിക്ക് ഇവനെ വല്ല പോലും കിട്ടിയ നിന്നെ എനിക്ക് തീരെ കിട്ടിയിട്ടില്ല. ഐ നീഡ് യു ഞാൻ. ഓഹോ, അപ്പൊ മോളെ എൻ്റെ ട്രാക്ക് തന്നെയാണല്ലേ? പിന്നല്ലാണ്ട് കുറെ നാളെ പിടിച്ചു നിൽക്കാൻ കേട്ടു. അല്ല അപ്പൊ നിങ്ങളിപ്പോ ഉദ്ദേശിക്കണത് മറ്റേതാണോ ഈ 3 പേര്? അല്ലെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ്, മറ്റുള്ളവർ മറ്റങ്ങനെ തന്നെയാ പറയണേ. നമുക്കെന്താ അക്സെപ്റ്റ് ചെയ്തിപ്പോ നടത്തി കഴിഞ്ഞാൽ നമ്മൾ 3 പേര് കപ്പിൾസ് അല്ലേ? സോ വാട്ട്? അവരുടെ ചോദിച്ചതിനൊരു കടിയാവും. നമ്മുടെ ഇതില് അത് കുറച്ച് സുഖമാവും കേട്ടാ. 2 എണ്ണം ഒരുമാതിരി നിൽക്കുക. അതേ നിങ്ങൾ ചെറിയ ഞാൻ പോണം. അല്ലാടെ മോനെ, ഇത്ര നേരം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴേക്കും നിൻ്റെ ഒന്നായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. Then why you going, man? പുല്ല് വഹിനയ്ക്ക് നല്ല ദേഷ്യം വേണ്ടിട്ടാ കേട്ടാ, പറഞ്ഞൊന്നും വേണ്ട. എന്തുവാണ്? വാ പ്ലീസ് വാ. എടാ നിൻ്റെയും കൂടി വേണല്ലോടാ ഒന്ന്. എൻ്റെ ഈശ്വര, ഇതിന് തലയിൽ എന്തൊരു പിന്നക്കണ കയറിയിരിക്കണേ. സ്വന്തം ഈ ലോകത്ത് ഒരു ഭാര്യയ്ക്ക് വരാൻ പാടില്ല. ഇതുപോലെ ഭർത്താക്കിൻ്റെ അടുത്ത് പോയിട്ട് ചേട്ടാന്നുണ്ടെങ്കിലും പിന്നെ നടക്കേണ്ട ഒരു അവസ്ഥ. വേണ്ടില്ല പോ. ദേ പോണ് ചാടിത്തുള്ളി. എടാ എത്ര നേരം സംസാരിക്കുന്ന സമയമൊന്നുമില്ല. പറഞ്ഞ എടി ഡിപ്പെന്നെ ഇവിടെ തന്നെ. എനിക്ക് അത് കഴിഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളോട് വന്നിട്ട് 2 വർഷം കഴിഞ്ഞ് ഇപ്പം ഏകദേശം 3 ആവാറാന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് നീ പറയലടാ പ്ലീസ്. ആടി, പക്ഷെ നമ്മളിങ്ങനെ 3 പേരാണ് ഇതായിട്ടില്ലല്ലോ. ഞാൻ കമ്മിൻ്റെ തിരക്കായിട്ട് പോവും. പിന്നെ നിങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ഇതാണ് സ്റ്റാർട്ടിങ് ട്രബിൾ. മക്കളെ നിങ്ങളൊന്ന് വിഷമിക്കണ്ട. അങ്ങനെയാണോ? സീരിയസ്ലി? ഞാൻ സ്റ്റാർട്ടാക്കാം. വരുമോ? എങ്ങനെ? നീയല്ല, ഞാനാക്കിക്കോളാം. ആഹാ, നിങ്ങൾ സ്റ്റാർട്ടാക്കിയ എന്നാൽ ശരി. എന്നാ ഞാൻ പോണം. നീ അങ്ങോട്ട് പോണം. ഇങ്ങോട്ട് വാ പ്ലീസ്. വാടാ. ഞാനൊരു കാര്യം പറയാം 2 പേരോട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉറങ്ങാതെ പറഞ്ഞേക്ക്. ഓ നീ പറ ഞാൻ കേൾക്കാം. ഇനി ജെന്നിയല്ല മറ്റേതെങ്കിലും മറച്ചവള് വന്നാലും ഞാൻ വിട്ടു പോയണ്ടല്ലോ. 2 തല്ലി പോലും. പിന്നെ 2 എൻ്റെ ഞാൻ ആർക്കും കൊടുക്കൂല. എൻ്റെ പൊന്നല്ലേ എങ്ങനെ ഇങ്ങനെ പറയരുത്. നീ എൻ്റെ തന്നെയല്ലേ? ഒച്ചോടല്ലേ ജെനിഷൂട്ടി? അല്ല ഇവൾക്കെന്താ ഇങ്ങനെ 2 പേര്? ഞാൻ മുമ്പ് ചോദിച്ചു മറന്നു പോയി ഇതിൻ്റെ തിരക്കിൽ. ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേര് ജെനിഫർ എന്നാണ്. പക്ഷേ എന്താ പറയുക, ഇവളുടെ പപ്പ ഇസബല എന്ന് വിളിക്കാം. കാരണം ഇവളുടെ പപ്പയ്ക്കൊരു അനീതി ഉണ്ടായിരുന്നു. ആൾക്ക് ഒരു കാർ ആക്സിഡൻറ്റിൽ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പോൾ ഇവൾക്ക് ഏകദേശം അവളുടെ കട്ടാന്ന് പറഞ്ഞിട്ടാണ് ഇവളങ്ങനെ വിളിച്ചായിരുന്നു.
പിന്നെ ഇവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടായിരുന്നു, എടാ നീ ഇങ്ങനെ വിളിച്ചാൽ മതി, എനിക്ക് നീലുള്ള പോലെ സേഫാണ് മറ്റേതാണ് അടിച്ചെന്നൊക്കെ. എന്താല്ലേ, എന്നിട്ട് അങ്ങനെ തന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങിയതാ. നീ വിളിക്കണ കേട്ടിട്ടാണ് ഞാൻ ഇവളെ വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കണ്ട, നമ്മളവിടെ സംസാരിക്കുമ്പോൾ അവളോട് കിടന്ന് ഉറങ്ങണം നോക്കി കൊടുത്തത്, ഞാൻ കിടക്കുമ്പോൾ അവൾക്ക് സംസാരിക്കണം കൊണ്ട് പോയി. ദുഷ്ടി പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. എന്തോ നമുക്ക് കിടന്നുറങ്ങാം. അല്ല, നമ്മളവിടെ ബാക്കി വെച്ചേർന്ന് നമുക്കിത് പൂർത്തിയാക്കിയാലോ? അയ്യോ, ഞാൻ ഉറങ്ങി. അയ്യോ, ഡാ ഈ പ്രശ്നം ഞാൻ വെറുതെ കിട്ടി. അപ്പോൾ മിസ്സേ, ഇവിടെ ഈ സ്റ്റോറി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ 1K. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ എനിക്ക് നല്ല താങ്ക്സ് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി എടുക്കുന്ന സ്റ്റോറിയാണ്, അതുകൊണ്ടും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോറി വിളിച്ച് നിർത്തിയിരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.